തിരുവനന്തപുരം നെടുമങ്ങാട് ഗുണ്ടയെ കുത്തിക്കൊന്നു. അയൽവാസികളായ 2 പേർ പിടിയിൽ. നെടുമ്പാർ സ്വദേശി സാജനാണ് കൊല്ലപ്പെട്ടത്. വിവരങ്ങളുമായി രാഹുൽ ജിനാഥ് ചേരുന്നുണ്ട്. രാഹുൽ, എപ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത്? എങ്ങനെയാണ് പ്രതികളെ പിടികൂടിയത്? കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് നെടുമ്പാറ സ്വദേശിയായ ജിതിൻ എന്നയാൾ നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിലെത്തി കുറ്റസമ്മതം നടത്തുന്നത്. അതായത് തൻ്റെ ഭാര്യയുമായി അവിഹിത ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന ആളുമായി തർക്കത്തിലേർപ്പെട്ടു. ശേഷം ഈ തർക്കം ഒടുവിലൊരു അതിക്രമത്തിലേക്ക് കടന്നു. അങ്ങനെ അദ്ദേഹം സാജൻ എന്ന് പറയുന്ന ആളെ കുത്തി പരിക്കേൽപ്പിച്ചു എന്നാണ് പോലീസിനോട് കുറ്റസമ്മതം നടത്തിയത്. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇത്തരത്തിൽ സാജൻ എന്നാൾക്ക് കുത്തേറ്റു എന്ന് മനസ്സിലാക്കി. അത് ഗുരുതരമായ പരിക്കാണെന്ന് മനസ്സിലാക്കുന്നത്. ശേഷം ഇന്ന് രാവിലെയാണ് സാജൻ കൊല്ലപ്പെടുന്നത്. അത്തരത്തിൽ പോലീസ് ആ ഘട്ടത്തിൽ തന്നെ ജിതിനെ അറസ്റ്റ് ചെയ്തിരുന്നു. ഒപ്പം ഈ തർക്കത്തിലേർപ്പെട്ടിരുന്ന അയൽവാസി കൂടിയായ മറ്റൊരാളെയും പോലീസ് നിലവിൽ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഭാര്യയുമായി അവിഹിത ബന്ധമുണ്ടെന്ന് ആരോപിച്ചാണ് ഈ തർക്കമുണ്ടായത്. കൊല്ലപ്പെട്ട സാജൻ ഗുണ്ടാ ലിസ്റ്റിലുള്ള ആളാണ്. നിരവധി കേസുകൾ അതിൻ്റെ പേരിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ രാത്രി തന്നെ പ്രതി ജിതിൻ കുറ്റസമ്മതം നടത്തി പോലീസിന് മൊഴി നൽകിയിരുന്നു. ആ ഘട്ടത്തിൽ തന്നെ കസ്റ്റഡിയിലുണ്ടായിരുന്നു. ശേഷം ഇന്ന് കൊല്ലപ്പെട്ടതിന് ശേഷം അറസ്റ്റിലായിട്ടുണ്ട്. ശരി രാഹുൽ, തിരുവനന്തപുരം നെടുമങ്ങാടാണ് ഗുണ്ടയെ കുത്തിക്കൊന്നത്. അയൽവാസികളായ 2 പേരാണ് സംഭവത്തിൽ പിടിയിലായിട്ടുള്ളത്. നെടുമ്പാർ സ്വദേശി സാജനാണ് കൊല്ലപ്പെട്ടത്. രാഹുൽ ജിനാഥാണ് വിവരങ്ങൾ പങ്കുവച്ചത്.